വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഫ്രോസൺ പീസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും അതുപോലെ പൊറോട്ടയ്ക്കും ചോറിനും ടിഫിനിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമില്ലേ, അപ്പോൾ ആ ഒരു ജീരകം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്നൊരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു വലിയ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഏകദേശം ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് വലിയൊരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും. അപ്പോൾ ഇങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തതിന് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. പിന്നെ ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഫ്രോസൺ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്ന എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചേർത്തിട്ടില്ല, ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ആ വെള്ളം കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായിട്ടല്ല, അത് കുറച്ച് തിക്കായിട്ടുള്ള ഇങ്ങനെ ഒരു വരട്ടിയ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതായത് 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫ്രോസൺ പീസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഫ്രോസൺ പീസ് ആകുമ്പോൾ സാധാരണ ഒരു കുതിർത്തിട്ട് വേവിച്ചിരിക്കുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ള പീസിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് രാത്രിയൊക്കെ മറന്നു പോകുമല്ലോ ഇതൊക്കെ കുതിർത്ത് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കാരണം ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്നിങ്ങനെ വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ഫ്രോസൺ പീസ് വെച്ചിട്ടുള്ള ഈസി പീസി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.